നമസ്കാരം. നാളത്തെ ട്രേഡിംഗ് സെഷനിൽ മാർക്കറ്റിൻ്റെ ശ്രദ്ധ ആകർഷിക്കാൻ സാധ്യതയുള്ള രണ്ട് സ്റ്റോക്കുകളിൽ വന്ന ലേറ്റസ്റ്റ് അപ്ഡേറ്റ് ആണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്നത്. ഒന്നാമത്തെ സ്റ്റോക്ക് MIC ഇലക്ട്രോണിക്സ് ലിമിറ്റഡ്. 41 രൂപ സ്റ്റോക്കിൻ്റെ വില. 1000 കോടി രൂപയുടെ മാർക്കറ്റ് ക്യാപ്പുള്ള കമ്പനി. വാല്യൂഷൻ 107.61. MIC ഇലക്ട്രോണിക്സ് എന്ന കമ്പനിക്ക് ഇന്ത്യൻ റെയിൽവേ ജമ്മു ഡിവിഷനിൽ നിന്നും 1.45 കോടി രൂപയുടെ കോച്ച് ഗൈഡൻസ് ആൻഡ് PA സിസ്റ്റം ഇൻസ്റ്റാൾ ചെയ്യാനുള്ള ഓർഡർ ലഭിച്ചിട്ടുണ്ട്. ഇതിൻ്റെ പശ്ചാത്തലത്തിലായിരിക്കും സ്റ്റോക്ക് മാർക്കറ്റിൻ്റെ ശ്രദ്ധ ആകർഷിക്കുക. ഹൈദരാബാദ് ബേസ്ഡ് ആയിട്ടുള്ള MIC ഇലക്ട്രോണിക്സ് ലിമിറ്റഡ് എന്ന കമ്പനി റീസെൻ്റ്ലി അതിൻ്റെ ക്വാർട്ടർലി റിസൾട്ടും പുറത്തുവിട്ടിരുന്നു. ക്വാർട്ടർലി റിസൾട്ടിൽ കമ്പനിയുടെ നെറ്റ് പ്രോഫിറ്റ് 2.17 കോടിയിൽ നിന്നും 1.88 കോടിയിലേക്ക് ഇടിഞ്ഞെങ്കിലും കമ്പനിയുടെ റവന്യൂ 667% വർദ്ധിച്ച്, അല്ലെങ്കിൽ നെറ്റ് സെയിൽസ് 667% വർദ്ധിച്ച് 11 കോടിയിൽ നിന്നും 90 കോടിയിലേക്ക് ഉയരുകയും ചെയ്തു. ടോപ്പ് ലൈൻ റവന്യൂ ഗ്രോത്തിൻ്റെ പശ്ചാത്തലത്തിൽ സ്റ്റോക്കിനെ നമ്മൾക്ക് ഫോക്കസ് ചെയ്യാവുന്നതാണ്. കൂടാതെ കമ്പനിക്ക് മികച്ച ഓർഡർ ലഭിക്കുകയും ചെയ്തിട്ടുണ്ട്. കൂടാതെ ടെക്നിക്കലി നോക്കുകയാണെങ്കിലും അട്രാക്റ്റീവ് ലെവലിലാണ് സ്റ്റോക്ക് ട്രേഡ് ചെയ്യുന്നത്. 52 വീക്ക് ഹൈ 82.97. 52 വീക്ക് ഹൈയിൽ നിന്നും ഡിസ്കൗണ്ട് ലഭിക്കുന്ന സ്റ്റോക്കാണ്. റീസെൻ്റ്ലി സ്റ്റോക്ക് 52 വീക്ക് ലോ ആയ 33 അവിടെ നിന്നും ബോട്ടം ലെവലിൽ ബൈയിങ് ആരംഭിച്ച് 40 രൂപയ്ക്ക് അടുത്ത് സ്റ്റോക്ക് എത്തുകയും ചെയ്തു. സ്റ്റോക്കിൽ ട്രെൻഡ് ലൈൻ ബ്രേക്കൗട്ടിന് ശേഷം പൊസിഷൻ എടുക്കാൻ ട്രെൻഡ് ലൈൻ ബ്രേക്കൗട്ട് വന്നതിന് ശേഷം പൊസിഷൻ എടുക്കാൻ ആഗ്രഹിക്കുന്നവർ 50 രൂപയ്ക്ക് മുകളിൽ സ്റ്റോക്ക് സസ്റ്റെയിൻ ചെയ്തതിന് ശേഷം മാത്രം MIC ഇലക്ട്രോണിക്സ് എന്ന സ്റ്റോക്കിനെ പരിഗണിക്കാവുന്നതാണ്. രണ്ടാമത്തേത് ടോറൻ്റ് പവർ. ടോറൻ്റ് പവറും ഡിമാൻഡ് സോണിൽ ലഭിക്കുന്നതും വരും സമയങ്ങളിൽ ഡീസൻറ്റ് പെർഫോമൻസ് നടത്താൻ സാധ്യതയുള്ളതുമായ ഒരു ക്വാളിറ്റി സ്റ്റോക്കാണ്. ടോറൻ്റ് പവർ ഇന്ന് 4% ഉയർന്ന് 1486 രൂപയ്ക്ക് അടുത്ത് ക്ലോസിംഗ് നൽകി. 75,000 കോടി രൂപയുടെ മാർക്കറ്റ് ക്യാപ്പുള്ള കമ്പനിയുടെ വാല്യൂഷൻ 24.90. ടോറൻ്റ് പവർ എന്ന കമ്പനി ഇന്ത്യയുടെ ഒരു ലീഡിംഗ് ഇൻ്റഗ്രേറ്റഡ് പവർ യൂട്ടിലിറ്റി കമ്പനിയാണ്. കമ്പനിയുടെ ക്വാർട്ടർലി റിസൾട്ട് ഇന്ന് പുറത്തു വന്നു. കമ്പനിയുടെ കൺസോളിഡേറ്റഡ് നെറ്റ് പ്രോഫിറ്റ് 34% വർദ്ധിച്ച് 490 കോടിയിൽ നിന്നും 655 കോടിയിലേക്ക് എത്തിയിരുന്നു. അതോടൊപ്പം തന്നെ കമ്പനിയുടെ റവന്യൂ ഫ്രം ഓപ്പറേഷൻ നമ്മൾ പരിശോധിച്ചാൽ റവന്യൂ 6,499 കോടിയിൽ നിന്നും 6,778 കോടിയിലേക്ക് ഉയർന്നു. കമ്പനിയുടെ EBITDA 15% വർദ്ധിച്ച് 1,284 കോടിയിൽ നിന്നും 1,472 കോടിയിലേക്ക് എത്തി. അതോടൊപ്പം തന്നെ ജപ്പാൻ ബേസ്ഡ് കമ്പനിയായ ജെറ എന്ന കമ്പനിയുമായി ചേർന്ന് കമ്പനി LNG സെയിൽ ചെയ്യുന്നതിന് വേണ്ടി 10 വർഷത്തെ ഡീലിൽ ഒപ്പുവയ്ക്കുകയും പവർ പർച്ചേസ് എഗ്രിമെൻറ്റിലേക്ക് എത്തുകയും ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ പശ്ചാത്തലത്തിൽ ടോറൻ്റ് പവർ എന്ന സ്റ്റോക്കിനെ ഫോക്കസ് ചെയ്യാവുന്നതാണ്. കൂടാതെ ടോറൻ്റ് പവർ LNG സെയിൽ ഡീലിലേക്ക് കടക്കുന്നത് വഴി ഗ്യാസ് ബേസ്ഡ് പവർ പ്ലാന്റുകൾക്ക് ആവശ്യമായിട്ടുള്ള ഡിസ്ട്രിബ്യൂഷൻ ബിസിനസ്സും റിന്യൂവബിൾ എനർജി സെഗ്മെൻറ്റിൽ കമ്പനിയുടെ പെർഫോമൻസും ഇംപ്രൂവ് ആകാനുള്ള സാധ്യതയുണ്ട്. ഈ ഫാക്റ്റുകൾ പരിഗണിച്ച് വേണം ടോറൻ്റ് പവർ എന്ന സ്റ്റോക്കിനെ കൺസിഡർ ചെയ്യാൻ. കമ്പനി 15 രൂപ പെർ ഷെയർ എന്ന റേറ്റിൽ ഡിവിഡൻഡ് നൽകുന്നുണ്ട്. ഡിവിഡൻഡിൻ്റെ റെക്കോർഡ് ഡേറ്റ് ആയിട്ട് നിശ്ചയിച്ചിരിക്കുന്നത് ഫെബ്രുവരി 16 അതോടൊപ്പം തന്നെ കമ്പനി 7,000 കോടി രൂപയുടെ ഫണ്ട് റേസ് ചെയ്യാനും തീരുമാനിച്ചു. നോൺ കൺവെർട്ടബിൾ ഡിബഞ്ചർ വഴിയാണ് 7,000 കോടി രൂപയുടെ ഫണ്ട് റേസ് ചെയ്യുന്നത്. ഈ ഫാക്റ്റുകളുടെ പശ്ചാത്തലത്തിൽ സ്റ്റോക്കിനെ പരിഗണിക്കാം. സ്റ്റോക്ക് 1,250 ശേഷം 1,250 സ്ട്രോങ് ബേസ് ഫോം ചെയ്തതിന് ശേഷം ഹയർ സൈഡിലേക്ക് നീങ്ങുകയാണ്. 1,500 ഇമ്മീഡിയറ്റ് റെസിസ്റ്റൻസ് ആയി പ്രവർത്തിക്കുമെങ്കിലും 1,500 മുകളിൽ സസ്റ്റെയിൻ ചെയ്താൽ 1,750, 2,000 തുടങ്ങിയ ലെവലുകളിലേക്ക് ഉയരാനുള്ള സാധ്യത കൂടുതലാണ്. ടെക്നിക്കലി റൗണ്ടിംഗ് ബോട്ടം രീതിയിലുള്ള ഒരു ക്യാൻഡിൽ പാറ്റേൺ ഫോർമേഷൻ ടോറൻ്റ് പവർ എന്ന സ്റ്റോക്കിൽ കാണാൻ സാധിക്കും. അതുകൊണ്ട് ഈ രണ്ട് സ്റ്റോക്കുകളെയും ടേൺ റിവേഴ്സൽ പോയിൻ്റ് ഓഫ് വ്യൂ നമ്മൾക്ക് ഫോക്കസ് ചെയ്യാവുന്നതാണ്. വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു. താങ്ക് യു.